ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 7th ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. 7th ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്ത് കണ്ടിരുന്നു? ആറ്റംസിനെ കുറിച്ചിട്ടും അവരുടെ അറ്റോമിക് നമ്പർ, മാസ്, അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി ഇവർ എന്തിനാണ് ഒരു കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്? എന്തിനാണ് എന്താ പറയുക സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്, കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്? ഈ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? കെമിക്കൽ ബോണ്ടിങ്ങിൽ അവർ ഏർപ്പെടുന്നത്. അപ്പോൾ എന്തിനാണ് അവർ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്? അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ഒക്ടക്റ്റ് റൂളൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ നിലനിർത്തിക്കൊണ്ട് അവർ സ്റ്റേബിൾ ആവുന്നതിനെയാണ് എന്ത് പറയുക? ഒക്ടക്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒക്ടക്റ്റ് റൂൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഏതൊരു ആറ്റത്തിൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ നിലനിർത്താം. ഷെല്ലിൻ്റെ കാര്യമല്ല പറയുന്നത്. ഷെല്ലിൽ എത്ര കൊള്ളുള്ളൂ? 2 കൊള്ളുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 8, 18, 32 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി എന്താണ് കണ്ടീഷൻ? 8 എണ്ണം ആയിക്കഴിഞ്ഞാൽ അവർ സ്റ്റേബിൾ ആവും. അപ്പം അതുപോലെ 8 ആയിട്ട് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസൊക്കെ നടത്തുന്നത്, കെമിക്കൽ ബോണ്ടിങ്ങിലൊക്കെ അവർ ഏർപ്പെടുന്നത്. ഇനി നമ്മൾ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ 18ാമത്തെ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഉണ്ട്, അവർ യാതൊരുവിധ കെമിക്കൽ റിയാക്ഷൻസിലും പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ഒക്ടക്റ്റ് ഓൾറെഡി പൂർത്തിയായതാണ്. അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഓൾറെഡി എന്തുണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും എന്ത് ചെയ്യില്ല? ഒരു കെമിക്കൽ റിയാക്ഷനൊന്നും പങ്കെടുക്കേണ്ട ആവശ്യം അവർക്കില്ല. അതുകൊണ്ടാണ് അവരെന്ത് പറയുന്നത്? നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരാണ് എന്ത് ചെയ്യുക? ഇതുപോലെയുള്ള കെമിക്കൽ റിയാക്ഷൻസിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 2 ടൈപ്പിലുള്ള ബോണ്ടിങ്സ് ആണുള്ളത്. 2 ടൈപ്പിലുള്ള കെമിക്കൽ ബോണ്ടിങ്സ് ആണ് നമുക്കുള്ളത്. അതിലൊന്നാമത്താണ് എന്ത്? അയോണിക് ബോണ്ടിങ്. ഒന്നാമത്തേനെ പറയുന്ന പേരാണെന്ത്? അയോണിക് ബോണ്ടിങ്. അയോണിക് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് അയോൺസ് എന്ന് നോക്കാം. ഈ അയോൺസ് എന്ന് പറയുന്നത് ചാർജ്ഡ് ആറ്റംസിനെയാണ് എന്ത് പറയുക? അയോൺസ് എന്ന് പറയുക. ചാർജ്ഡ് ആറ്റംസ്. അപ്പോൾ എങ്ങനെയാണ് ചാർജ് വരുന്നത്? ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ വഴിയാണ് ചാർജ് വരുന്നത്. ഇനി ഒരാറ്റം ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഒരാറ്റം ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നേടുകയാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും? നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആണ് കാറ്റയോൺസ്, നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആണ് ആനയോൺസ്. ഇതൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ അയോണിക് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ അയോൺസ് ഫോം ചെയ്യുന്നുണ്ട് അവിടെ. അയോൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ വഴിയാണ്. കാറ്റയോൺസും ആനയോൺസും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ആറ്റംസ് കാറ്റയോൺസും നെഗറ്റീവ് ചാർജുള്ളത് ആനയോൺസും. ഇലക്ട്രോണുകൾ കൊടുക്കൽ വാങ്ങൽ മൂലം എന്നുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ സോഡിയം ഉണ്ട്, അവിടെ ക്ലോറിനുണ്ട്. സോഡിയത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ ടോട്ടൽ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ടായിരിക്കുക. 2, 8, 1 അങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 1 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഇനി ക്ലോറിൻ്റെ കേസിലോ? ക്ലോറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2, 8, 7 2, 8, 7 എന്ന് വരും. അപ്പോൾ സോഡിയത്തിന് 1 ഇലക്ട്രോൺ ഒരു ബാധ്യതയാണ്. ആ ഇലക്ട്രോണും അതിൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? അതിന് ബാക്കിയുള്ള തൊട്ടടുത്ത ഷെല്ലിലെ 8 ഇലക്ട്രോണായിട്ട് അത് ഓക്കെ ആയിട്ടിരിക്കും. ഇനി ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണേ ഉള്ളൂ. ഒരെണ്ണം കൂടെ കിട്ടിയാൽ അതിൻ്റെ കാര്യം ശരിയായി. അപ്പോൾ സോഡിയം അതിൻ്റെ എക്സ്ട്രാ ഉള്ള 1 ഇലക്ട്രോണെ ക്ലോറിന് കൊടുക്കും. സോഡിയം കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ സോഡിയത്തിന് ഇലക്ട്രോൺ ലോസ് ആയതുകൊണ്ട് സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് വരും. ക്ലോറിന് 1 ഇലക്ട്രോണെ ഗെയിൻ ചെയ്തത് കൊണ്ട് അതിന് നെഗറ്റീവ് ചാർജ് വരും. സോഡിയം കാറ്റയോണും ക്ലോറിൻ ആനയോണുമായിട്ട് മാറും. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാണ്? കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യണം. അതായത് ഇവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അയോണിക് കോമ്പൗണ്ട്സുകൾ ഒരു വിധത്തിൽപ്പെട്ടതൊക്കെ എന്തായിരിക്കും? സോളിഡ്സ് ആയിരിക്കും, അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ളതായിരിക്കും. അതേപോലെ തന്നെ അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും വളരെ കൂടുതലായിരിക്കും. കാരണം ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും.
അതേപോലെ ഇവിടെ അയോൺസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇവർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഇലക്ട്രിസിറ്റീനെ അവർ പാസ് ചെയ്യിക്കും. പിന്നെ അവർ വാട്ടറിൽ സോളിയബിളാണ്. അയണിക് കോമ്പൗണ്ട്സൊക്കെ എന്താണ് വാട്ടറിൽ സോളിയബിളാണ്. പക്ഷേ ആൽക്കഹോൾ പോലെയുള്ള ഇനോർഗാനിക് സോൾവെൻറ്റിൽ അവർ ഇൻസോളിയബിളാണ്. ഇതൊക്കെയാണ് അയോണിക് കോമ്പൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്, അയോണിക് ബോണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ വരച്ച് കാണിച്ച് തരും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി നമുക്ക് നോക്കാനുള്ളത് കോവാലൻ്റ് ബോണ്ടിങ് ആണ്. നെക്സ്റ്റ് അയണിക് ബോണ്ടിങ് നമ്മൾ കണ്ടു. ഇനിയുള്ളത് കോവാലൻ്റ് ബോണ്ടിങ് ആണ്. കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയണിക് ബോണ്ടിലെ പോലെ ഇലക്ട്രോണുകളെ കംപ്ലീറ്റ് ആയിട്ട് അവർ കൊടുക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ ഉള്ള ആറ്റംസാണ് സാധാരണ കോവാലൻ്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുക. 4 എണ്ണം എന്ന് പറയുമ്പോൾ അവർക്ക് 4 എണ്ണം കൊടുക്കാനും എളുപ്പമല്ല, 4 എണ്ണം വാങ്ങാനും എളുപ്പമല്ല, അങ്ങനെ 8 ആക്കാൻ അവർക്ക് എളുപ്പമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും, 4 ആൾക്കാരെ ഷെയർ ചെയ്യും. വേറെ ആറ്റംസ് ആയിട്ട് ആ 4 ഇലക്ട്രോണുകൾ അവർ ഷെയർ ചെയ്യും. ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് HCl എന്ന് പറയുമ്പോൾ HCl സംബന്ധിച്ചിടത്തോളം എന്താണ്, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്, ക്ലോറിൻ്റെ 17 ആണ്. അപ്പോൾ ഹൈഡ്രജന് എന്താണ് 2 ഇലക്ട്രോണുകളാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വേണ്ടത്. കാരണം ഹൈഡ്രജന് ഒറ്റ ഷെല്ലുള്ളൂ, K ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ 8 എണ്ണം വേണ്ട, 2 എണ്ണം ഉണ്ടെങ്കിൽ അവർ സ്റ്റേബിളായിരിക്കും. അപ്പോൾ ഹൈഡ്രജന് ഒരെണ്ണം കൂടിയും വേണം. ഇനി ആ ഒരെണ്ണം ക്ലോറിന് കൊടുക്കാൻ പറ്റില്ല. എന്താണ്, ക്ലോറിന് ഒരെണ്ണം കുറവായിട്ടാണ് നിൽക്കണേ. അതിൽ നിന്ന് ഒരെണ്ണം കൂടി പോയി കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഇലക്ട്രോണിന് കൂടി കുറവുണ്ടാവുക എന്നല്ലാതെ ആർക്കും ഒന്നും ആവില്ല. ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഇലക്ട്രോൺ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ഹൈഡ്രജൻ്റെ ആ ഒരു ഇലക്ട്രോണിനെ ക്ലോറിനായിട്ട് അവർ ഷെയർ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, അവർക്ക് 2 പേർക്കും സ്റ്റേബിളായിട്ട് വരും. അപ്പോൾ ഇവർ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയോ വാങ്ങുകയൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനത്തെയുള്ള കണ്ടീഷൻ ആകുമ്പോൾ എന്താണ്, അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ ഇവർ മിക്കവാറും എന്താണ്, ലിക്വിഡ്സോ അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലൊക്കെ ഉള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. പിന്നെ റെയറായിട്ടൊക്കെ എന്തുണ്ടാവും, സോളിഡ് സ്റ്റേറ്റിലൊക്കെ ഉണ്ടാവും. ഇനി മെയിൻലി എന്താണ്, ലിക്വിഡോ ഗ്യാഷ്യസോ ആയിരിക്കും. അയണിക് ആണെങ്കിൽ എന്താണ്, മെയിൻലി സോളിഡ്സ് ആയിരിക്കും. ഇനി ഇവിടെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കുറവായിരിക്കും. മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും അവിടെ കുറവായിരിക്കും. അങ്ങനെ കുറച്ച് എനർജി കൊടുത്താൽ മതി ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ അയോൺസ് ഒന്നും ഫോം ചെയ്യണില്ല. അയോൺസ് ഒന്നും ഫോം ചെയ്യാത്തത് കൊണ്ട് അവർക്ക് എന്തുണ്ടാവില്ല, ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യാനായിട്ടുള്ള കഴിവില്ല. അവർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് അല്ല. ഇവർ വാട്ടറിൽ ഇൻസോളിയബിളാണ്. അയോണിക് എങ്ങനെയായിരുന്നു, വാട്ടർ സോളിയബിൾ ആയിരുന്നു. ഇവർ വാട്ടറിൽ ഇൻസോളിയബിൾ ആണ്. പക്ഷേ ഇനോർഗാനിക് സോൾവെൻസ് ആയിട്ടുള്ള ആൽക്കഹോള്, ക്ലോറോഫോം അതിലൊക്കെ അവർ സോളിയബിളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. പിന്നെ വരച്ച് കാണിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു 20 വരെയുള്ള ആറ്റംസിൻ്റെ എന്ത് പഠിക്കണം, ആറ്റംസ് പഠിക്കണം. 20 വരെ അറ്റോമിക് നമ്പറുള്ള ആറ്റംസിന് ഓർഡറിൽ തന്നെ പഠിക്കണം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ എന്ന് പറഞ്ഞിട്ട് ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അവരുടെ ആറ്റോമിക് നമ്പർ കിട്ടും. ആറ്റോമിക് നമ്പർ കിട്ടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആറ്റോമിക് നമ്പർ വെച്ചിട്ട് നമുക്ക് നമ്മളൊരു 20 വരെ ആറ്റംസ് നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ അറ്റോമിക് നമ്പർ ഓർഡറിൽ അറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. പിന്നെ നമ്മളുടെ എക്സാം കൂടെ കാണിച്ചു തരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ വരയ്ക്കാനായിട്ട് മനസ്സിലാവും. വരയ്ക്കാനായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് അയണിക് ബോണ്ട്. ഇപ്പോൾ നമ്മൾ NaCl ഫോം ചെയ്യണതാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, NaCl എന്ന് പറയുമ്പോൾ NAയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണും Clൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ സോഡിയത്തിന് 1 ഇലക്ട്രോൺ ക്ലോറിന് കൊടുക്കുകയാണ് ചെയ്യണത്. ഇവിടെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കണം, കണ്ടില്ലേ, Na ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണുകളെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോഡിയത്തിൻ്റെ 1 എണ്ണം, ക്ലോറിന് 7 എണ്ണം. എന്നിട്ട് ആ സോഡിയത്തിൻ്റെ 1 എണ്ണം ക്ലോറിന് പോയപ്പോൾ സോഡിയത്തിന് പോസിറ്റീവ് ചാർജും ക്ലോറിന് നെഗറ്റീവ് ചാർജും. അങ്ങനെയാണ് എന്തുണ്ടായിട്ടുള്ളത്, NaCl ഉണ്ടായിട്ടുള്ളത്. NaCl ഉണ്ടായി കഴിയുമ്പോൾ സോഡിയത്തിൻ്റെ എന്താ പറയുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8 ക്ലോറിൻ്റെ 2, 8, 8 ആയിട്ട് മാറും. കാരണം ഒരു ഇലക്ട്രോണൊക്കെ കിട്ടിയല്ലോ.
ഇതാണ് നമുക്ക് അയോണിക് ബോണ്ടിങ് വരുന്നത്. ഇതാണ് കോവാലൻ്റ് ബോണ്ടിങ്. ഇപ്പോൾ നമ്മൾ CH4 ഒരു എക്സാമ്പിൾ, കാർബണിൻ്റെ 2, 4 എന്നാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഹൈഡ്രജൻ്റെ 1. അപ്പോൾ നോക്കിയേ ഇവരെന്ത് ചെയ്യും, ഇവർ ഓരോ ഇലക്ട്രോണുകളെയും ഷെയർ ചെയ്യും. കാർബണിൻ്റെ 4 ഇലക്ട്രോണുകളെ ഓരോ ഹൈഡ്രജൻ്റെ 6 ഇലക്ട്രോണുകളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ കാർബണിൻ്റെ നോക്കിയേ 8 ഉണ്ടായി അല്ലേ, കാർബണിൻ്റെ ഒരെണ്ണം, ഈ ഹൈഡ്രജൻ്റെ ഒരെണ്ണം, അതേപോലെ 4 എണ്ണത്തിൽ വരുമ്പോൾ 8 ഉണ്ടായി. ഹൈഡ്രജൻ്റെ നോക്കിയേ അതിന് ഓൾറെഡി ഉള്ള ഒരെണ്ണം, കാർബണിൽ നിന്ന് ഷെയർ ചെയ്ത ഒരെണ്ണം. അപ്പോൾ ഇവ 2 പേരുടെയും ഒക്ടറ്റ് പൂർത്തിയായി. ഇതാണ് എന്ത് കോവാലൻ്റ് ബോണ്ട്.